നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ UDF മന്ത്രിസഭയിലും കോൺഗ്രസിലും തർക്കം രൂക്ഷം. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് VM സുധീരൻ. കൂടിയാലോചനയില്ലാതെ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ അതൃപ്തി പ്രകടമാക്കി രമേശ് ചെന്നിത്തല. വിശദമായ ചർച്ച വേണമെന്ന് എക്സൈസ് വകുപ്പ്. KPCC അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഒരാൾക്കൊരു പദവി എന്ന ആവശ്യവുമായി ഫ്ലെക്സ് ബോർഡുകൾ. ഫ്ലെക്സ് വയ്ക്കുന്നത് ആരെന്നറിയില്ല എന്നും 2 ചുമതല വഹിക്കുവാനുള്ള പ്രയാസം നേതൃത്വത്തെ അറിയിച്ചുവെന്നും സണ്ണി ജോസഫ്. ശ്വേതാ മേനോൻ പ്രസിഡന്റായ താരസംഘടന അമ്മ ഭരണസമിതിയെ രാജിവെച്ചു. തീരുമാനം ജനറൽ ബോഡി യോഗത്തിലെ തർക്കത്തിന് പിന്നാലെ. രാജിവെച്ചത് 17 അംഗങ്ങൾ. അഡ്ഹോക് കമ്മിറ്റിക്ക് പകരം ചുമതല. നീതി കിട്ടിയെന്ന് അൻസിബ. കുവൈറ്റിൽ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ആദ്യ കരട് പൂർത്തിയായി. എല്ലാ സ്കൂളുകൾക്കും ബാധകമാകുന്ന ഏകീകൃതമായ ചട്ടക്കൂട് നടപ്പിലാക്കും. നടപടി സ്കൂളുകളിലെ അച്ചടക്കവും പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച് ലോകം. മനുഷ്യരാശിക്ക് ഇന്ത്യ നൽകിയ അമൂല്യമായ സമ്മാനമാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിനപ്പുറം ആത്മീയ ഉന്നമനത്തിനുള്ള മാർഗമാണ് യോഗയെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. സംസ്ഥാനത്തും വിപുലമായ ആഘോഷം. ലോകകപ്പിൽ സൗദി അറേബ്യയ്ക്ക് തോൽവി. എതിരില്ലാത്ത 4 ഗോളിന് സ്പെയിന് ജയം. 12:30 ഇറാൻ ബെൽജിയത്തെ നേരിടും. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. സാമുദായിക സമവാക്യങ്ങളാണ് കോൺഗ്രസിൽ പദവിക്ക് യോഗ്യതയാക്കുന്നത്. അത് മാറണം. ഇത്തവണത്തെ വിജയം ശാശ്വതമായി കാണേണ്ടതില്ല. CPMന്റെ സംഘടനാ സംവിധാനം ഇപ്പോഴും ശക്തമാണെന്നും ഉണ്ണിത്താൻ ഓർമ്മിപ്പിച്ചു. അമൃത ന്യൂസിനോടായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. ജാതി സമവാക്യങ്ങൾ മറന്ന് യോഗ്യത മാനദണ്ഡമാക്കി ഒരളവുകോലാക്കി മാറ്റി KPCC പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ മല്ലികാർജുന ഖാർഗെയ്ക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ശ്രീ KC വേണുഗോപാലിനും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാനൊരു ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇന്ന് ഉയർന്നു വരുന്ന പല പേരുകളിലേക്കാൾ കൂടുതൽ യോഗ്യത ഈ സ്ഥാനത്തിരിക്കാൻ എനിക്കുണ്ട്. കോൺഗ്രസിൽ സമ്പൂർണ്ണ പുനഃസംഘടന വേണം. ഫ്ലെക്സി യുദ്ധത്തിനെതിരെയും ഉണ്ണിത്താൻ തുറന്നടിച്ചു. എൻ്റെ കയ്യിൽ പൈസയില്ല. ഇതെല്ലാം ആരാണോ ഈ ഫ്ലെക്സ് വയ്ക്കുന്നത്, ആരൊക്കെയാണോ KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നത്, അവരാണ് കാശ് ചിലവാക്കി ഫ്ലെക്സ് വയ്ക്കുന്നത്. അല്ലാതെ അനുയായികൾ ആരും അല്ല ഫ്ലെക്സ് വയ്ക്കുന്നത്. നിങ്ങൾ എവിടെ വേണേലും പരിശോധിച്ചു. ഇത്തവണത്തെ മഹാവിജയത്തെ ഉണ്ണിത്താൻ കാണുന്നത് ഇങ്ങനെയാണ്. ഇത്തവണത്തെ വിജയമൊന്നും നിങ്ങൾ ശാശ്വതമായി കാണണ്ട. ഇത് ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ആ മലവെള്ളപ്പാച്ചിലിൽ ഈട്ടിത്തടി എന്നാൽ അത് കടപുഴകി പോയിട്ടുണ്ട്. ഇത്തവണ ജയിച്ചവരൊന്നും അടുത്തവണ ജയിക്കണമെന്നില്ല. CPMനെ കുറിച്ചുള്ള വിലയിരുത്തൽ ഇങ്ങനെ. മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോയെങ്കിലും അവരുടെ സംഘടനാ സംവിധാനം അതേപടി നിലനിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് സമരങ്ങളുടെ ഒരു വേലിയേറ്റ 1 മാസമേ ഉള്ളൂ. അതിനു മുമ്പ് സമരം ആരംഭിച്ചു കഴിഞ്ഞു. സൈബർ ആക്രമണം നടത്തുന്നവർ ഓരോ കോക്കസിന്റെ ഭാഗമാണ്. നാളെ മുതൽ തനിക്കെതിരെയും ആക്രമണം തുടങ്ങുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ഇമെയിൽ സന്ദേശം കൊടുത്തു. ഇനി നാളെ തൊട്ട് എന്നെ ആക്രമിക്കലാണ് ഈ സോഷ്യൽ മീഡിയ ജോലി. എന്നെ അപമാനിക്കുക, അവഹേളിക്കുക, എന്നെ അപകീർത്തിപ്പെടുത്തുക, എൻ്റെ മനോവീര്യം തകർത്ത് എന്നെ പിന്മാറ്റുക. മുഖ്യമന്ത്രി മന്ത്രിസഭാ രൂപീകരണ തർക്കങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധി തീർക്കുകയാണ് KPCC അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള തർക്കം. ജാതി സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളുമായി ബന്ധമുള്ള സുശക്തമായിട്ടുള്ള ഒരു നേതൃത്വം വേണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് DCC ഓഫീസിന് മുമ്പിൽ സണ്ണി ജോസഫിനെതിരെ ഫ്ലെക്സ്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്നും കോൺഗ്രസിന് വേണ്ടത് മുഴുവൻ സമയ പ്രസിഡന്റിനെയാണെന്നും ഫ്ലെക്സിൽ പറയുന്നു. കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പദവി മതി. MPയും MLAമാരും മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കട്ടെ എന്നും ഫ്ലെക്സിൽ എഴുതിയിട്ടുണ്ട്. അതേസമയം ഫ്ലെക്സിന് പിന്നിൽ കോൺഗ്രസ് അല്ലെന്ന് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ വ്യക്തമാക്കി. KPCC അധ്യക്ഷ പദവിയിൽ പ്രതികരിച്ച സണ്ണി ജോസഫ് 2 ചുമതല വഹിച്ചു പോകുവാനുള്ള പ്രയാസം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മാറാൻ പറഞ്ഞാൽ അപ്പോൾ മാറും. ഫ്ലെക്സ് വയ്ക്കുന്നത് ആരെന്ന് അറിയില്ല. പറയാനുള്ളത് പാർട്ടി യോഗങ്ങളിൽ പറയാം. ഫ്ലെക്സിലെ കാര്യങ്ങളും പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ ഈ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത് ആരാന്ന് പറയാൻ പറ്റില്ലല്ലോ.
നല്ല ഉദ്ദേശത്തിൽ വെച്ചതാകാം, മോശം ഉദ്ദേശത്തിൽ വെച്ചതാകാം. ഞാൻ 2 ചുമതലയും വഹിച്ചു പോകാനുള്ള എന്റെ പ്രയാസം തന്നെ ഞാൻ തക്ക സമയത്ത് നേതൃത്വത്തെയും KPCCയുടെ യോഗത്തിലും അറിയിച്ചിട്ടുണ്ട്. എന്നോട് എപ്പോൾ പകരം ആളെ നിയമിച്ച് എപ്പോൾ ചുമതല കൈമാറണം എന്ന് പറഞ്ഞാലും ആ സെക്കൻഡിൽ ഞാൻ തയ്യാറാണ്. അല്ല, KPCC മാസപ്പടി കേസിൽ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. ഈ മാസം 29-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. SFIO രേഖകൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് EDയുടെ നീക്കം. മാസപ്പടി കേസിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തുടരന്വേഷണങ്ങളുടെ ഭാഗമായി വീണ തൈക്കണ്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ED തീരുമാനം. ഈ മാസം 29-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. ആദ്യം ചോദ്യം ചെയ്യൽ പൂർത്തിയായ സമയത്ത് തന്നെ വീണ്ടും ഹാജരാകേണ്ടി വരുമെന്ന് വീണയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ മാസം 17-നാണ് വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ആദ്യം ചോദ്യം ചെയ്യലിനായി ഹാജരായത്. 9 മണിക്കൂറോളമാണ് ED ഉദ്യോഗസ്ഥർ വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്തത്. ഈ വിവരങ്ങൾ വിലയിരുത്തിയതിനു പുറമെ SFIO രേഖകൾ കൂടി ലഭിച്ച പശ്ചാത്തലത്തിലാണ് തുടർ നീക്കം അന്വേഷണ സംഘം ശക്തമാക്കിയത്. വീണ കൈമാറിയ രേഖകളും SFIO രേഖകളും വിശദമായി പരിശോധിച്ച ശേഷമാണ് അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. കമ്പനിയുടെ അക്കൗണ്ടുകൾ വഴി നടന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. CMRL എക്സാലോജിക് ഇടപാടിലൂടെ 2,78,00,000 രൂപ വീണയ്ക്ക് ലഭിച്ചുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് തക്കതായ സേവനം നൽകിയിട്ടില്ല എന്നും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വീണയുടെ കമ്പനിയും CMRLുമായി നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണത്തോടൊപ്പം CMRL സാമ്പത്തികമായി സഹായിച്ച ആളുകളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചുമുള്ള അന്വേഷണവും നടക്കും. അമൃത ന്യൂസ്, കൊച്ചി. താരസംഘടനയായ അമ്മയിൽ നാടകീയ രംഗങ്ങൾ. വാർഷിക ബോഡിയിലെ തർക്കത്തിന് പിന്നാലെ അമ്മയുടെ ഭരണസമിതി രാജിവെച്ചു. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ തുടങ്ങിയ എല്ലാ അംഗങ്ങളും രാജിവെച്ചു. തുടർന്ന് അമ്മയിൽ വീണ്ടും താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ വൻ പ്രതിഷേധമാണ് അമ്മ ജനറൽ ബോഡിയിൽ ഉയർന്നുവന്നത്. സംഘടനയുടെ വാർഷിക റിപ്പോർട്ടും കണക്കും ശരിയായ വിധം അവതരിപ്പിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. ഇതോടെ ഒരു വിഭാഗം അവിശ്വാസ പ്രമേയവുമായി രംഗത്ത് വന്നു. പ്രമേയം വോട്ടിനിടുന്നതിന് മുൻപ് തന്നെ ശ്വേത രാജി അറിയിച്ചു. അജണ്ട വെച്ച് താരങ്ങളെ പുറത്താക്കാൻ നീക്കം നടന്നതായി ശ്വേത ആരോപിച്ചു. പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു അജണ്ടയായിരുന്നു. നമ്മൾ വന്നില്ല കമ്മിറ്റീൻ്റെ എല്ലാം കണക്ക് കറക്റ്റാണ്. ഇന്ന് ഞാൻ അമ്മ മെമ്പർ അല്ല. ഇതിൽ പാവകളായില്ലെങ്കിൽ ആ സ്ഥാപനം ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. അതേസമയം ഭരണസമിതിയുടെ വാർഷിക കണക്കുകളെല്ലാം തെറ്റായിരുന്നുവെന്നും കുടുംബസംഗമത്തിന്റെ 67 ലക്ഷം രൂപയുടെ കണക്ക് അതിൽ രേഖപ്പെടുത്തിയിരുന്നില്ലെന്നും ബാബുരാജ് ആരോപിച്ചു. ഇത്രയും കാലം ഭരണസമിതി അംഗങ്ങൾ വനിതാ കാർഡ് ഇറക്കി കളിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്രയും നാൾ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കുകയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? തനിക്ക് നീതി കിട്ടിയെന്ന് അൻസിബ ഹസൻ പ്രതികരിച്ചു. അമ്മയിൽ നിന്നും പോയവരെ തിരിച്ചു വിളിക്കണമെന്നാണ് ഇനി വരുന്ന കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും അൻസിബ വ്യക്തമാക്കി. ഇന്നിവിടെ നടന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ റിക്വസ്റ്റാണ്, ഇവിടുന്ന് പോയവരെ തിരിച്ച് വിളിക്കണം, ഒഫീഷ്യലി വിളിക്കണം. സംഘടനയുടെ ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ഇത് സ്ത്രീകൾ നേതൃത്വം നൽകിയ ഒരു ഭരണസമിതി പരാജയമാണ് എന്ന രീതിയിൽ നിങ്ങൾ ഒരു വ്യാഖ്യാനം നൽകരുത്. അത് വിജയം തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ലാപ്സ് ഉണ്ടായി. അത് അംഗങ്ങൾക്ക് ചെറിയ തോതിൽ, ചിലർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിൻ്റെ വിഷമം അവർ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെയാണ് ഈ ഭരണസമിതി രാജിവെച്ച് ഒഴിയേണ്ടി വന്ന സാഹചര്യം. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ KB ഗണേഷ് കുമാർ, സാദിഖ്, ഷാജോൺ, ഡോക്ടർ റോണി, ആശ അരവിന്ദ്, കൃഷ്ണപ്രഭ, ദേവി ചന്ദന, സുരേഷ് കൃഷ്ണ എന്നിവരുൾപ്പെട്ട അഡ്ഹോക് കമ്മിറ്റിയാണ് ഇനി അമ്മയെ നിയന്ത്രിക്കുക. 4 മാസമാണ് കമ്മിറ്റിയുടെ കാലാവധി. ശേഷം തെരഞ്ഞെടുപ്പ് നടക്കും. അമൃത ന്യൂസ്, കൊച്ചി. മദ്യനയം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത ശേഷമേ നടപ്പാക്കൂ എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. വീര്യം കുറഞ്ഞ മദ്യം പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ എതിർത്തിരുന്നു. അന്ന് അഴിമതി ഉന്നയിച്ചു. ഇന്ന് അഴിമതി ഇല്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാവും മുന്നോട്ട് പോകുന്നത്. ബജറ്റിലുള്ളത് രൂപരേഖ മാത്രമാണ്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തേ നടപ്പാക്കൂ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി മന്ത്രി സണ്ണി ജോസഫ്. അത് കഴിച്ചു നോക്കിയിട്ടില്ല എന്നും പ്രതികരണമുണ്ടായി. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ പരിഹാസം.
അതിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാനത് എനിക്ക് ഈ വകുപ്പുമായിട്ട് അറിയാൻ വയ്യ. അല്ല, മദ്യനയം വരാൻ പോകുന്നേ ഉള്ളൂ. ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. അല്ല, അത് മദ്യനയം തീരുമാനിക്കുന്നത് മന്ത്രിസഭയല്ലേ. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ടൊരു നികുതി ഘടന വന്നു പുതിയ. അത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടാണ് ഈ ഘടനയ്ക്ക്. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് VM സുധീരൻ കത്ത് നൽകിയിട്ടുണ്ട്. UDF ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിപരീതമാണ് നയമെന്നും കത്തിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. VM സുധീരനും മുമ്പും മദ്യത്തിന് അല്ലെങ്കിൽ മദ്യനയത്തിന് എതിരായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കാണ് ഇപ്പോൾ UDF പോകുന്നത്, ഈ പ്രത്യേകിച്ച് ഈ മദ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിൽ? ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെയും ബജറ്റ് നിർദ്ദേശത്തിനെതിരെ ഉയരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ കരിമണൽ ഖനനത്തിന് സൗകര്യമൊരുക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ഇതിന് രണ്ടിനുമെതിരെയാണ് വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ വിഷയത്തിൽ തൻ്റെ വിയോജിപ്പ്, പ്രതിഷേധമൊക്കെ തന്നെ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് മുതിർന്ന നേതാവായിട്ടുള്ള VM സുധീരനാണ്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള, അല്ലെങ്കിൽ അതിനുള്ള പ്രഖ്യാപനം, ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ UDF ഭാഗത്തു നിന്നുണ്ടാകുന്നത് UDF നയത്തിന് കൃത്യമായും വിരോധമായിട്ടുള്ള, അല്ലെങ്കിൽ നിരക്കുന്ന ഒരു വിഷയമല്ല, അതിൽ നിന്നും പിന്മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മദ്യ വ്യാപനത്തിനും കരിമണൽ ഖനനത്തിനും വഴിയൊരുക്കുന്ന ബജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്നുള്ളതാണ് അദ്ദേഹം അതിന് കത്തിന് തലക്കെട്ടായി തന്നെ നൽകിയിരിക്കുന്നത്. കാരണം LDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ആ സമയത്ത് ചില നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. ആ ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്ന് വന്നെങ്കിൽ പോലും അതിലേക്ക് ഒരു നടപടിയിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. സമുദ്ര സുരക്ഷയിൽ കരുത്ത് വർദ്ധിപ്പിച്ച് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. സ്വയം പര്യാപ്തതയാണ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമെന്ന് കൊൽക്കത്തയിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. INS ദുനഗിരി, INS അഗ്രേ, INS സംശോധക് എന്നിങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമായി. കൊൽക്കത്തയിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ബംഗാൾ ഗവർണർ RN രവി, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തുടങ്ങിയവർ പങ്കെടുത്തു. സമുദ്ര സുരക്ഷയ്ക്ക് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ പോലും ഇറക്കുമതി കുറച്ചുകൊണ്ട് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതാണ് രാജ്യത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാരത് സമുദ്രി ശക്തിക്ക് അഗ്ലേ ചरण में प्रवेश करे, इसलिए भारत ने शिप बिल्डिंग के क्षेत्र के लिए एक नई दृष्टि के साथ आगे बढ़ना शुरू किया है. हाल के वर्षों में अनेक पॉलिसी रिफॉर्म्स किए गए हैं. घरेलू निर्माण क्षमता बढ़ाने के लिए विशेष कदम उठाए गए हैं. ബ്രഹ്മോസ് മിസൈലുകൾ പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ളതാണ് INS ദുനഗിരി. അന്തർവാഹിനികളെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കാനും അഗ്രയ്ക്ക് സാധിക്കും. ആഴക്കടലിലും തീരപ്രദേശങ്ങളിലും ഒരുപോലെ നിരീക്ഷണം ഉറപ്പാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് INS സംശോധക് രൂപകൽപ്പന ചെയ്തത്. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈനർ ബ്യൂറോയുടെ മേൽനോട്ടത്തിൽ കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ചാണ് 3 കപ്പലുകളും നിർമ്മിച്ചത്. സമുദ്ര സുരക്ഷയിൽ ഭാരതം പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതിന്റെ തെളിവാണ് തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക യുദ്ധക്കപ്പലുകൾ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസാണ് അമേരിക്കൻ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഇറാൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നയിക്കുന്നു. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ച. ഏപ്രിൽ ഇസ്ലാമാബാദിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇറാൻ US പ്രതിനിധികൾ നേർക്കുനേർ കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നത്. ആണവായുധം തങ്ങൾക്ക് വേണ്ടെന്നും ആണവ യുദ്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നില്ലെന്ന് ഉറപ്പു നൽകാൻ തയ്യാറാണെന്നും ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ഉപേക്ഷിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖത്തറിൽ US മരവിപ്പിച്ച $6 ബില്യൺ ഇറാനിയൻ ഫണ്ട് വിട്ടു നൽകാൻ ധാരണയായതായും ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. ചർച്ചകളിൽ ആദ്യ വിഷയം ലെബനനിലെ വെടിനിർത്തൽ ആകുമെന്നാണ് സൂചന. രാജ്യത്ത് കനത്ത സുരക്ഷയിൽ NEET UG
പുനഃപരീക്ഷ നടന്നു. 25,000-ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. നീറ്റ് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കാനായി വിമാനത്താവളത്തിൽ കാത്തിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് കരുതി 45 മിനിറ്റിലധികമാണ് കൊൽക്കത്തയിൽ നിന്നും മടങ്ങിയ പ്രധാനമന്ത്രി ഡൽഹി വിമാനത്താവളത്തിൽ കാത്തിരുന്നത്. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നീറ്റ് പുനഃപരീക്ഷ എഴുതി. 5440 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിരുന്നു. സുരക്ഷയ്ക്കായി 2.5 ലക്ഷം പോലീസ് ഉദ്യോഗസ്ഥരെയും 15,000 അർദ്ധസൈനികരെയും വിന്യസിച്ചു. ചോദ്യപേപ്പറുകളുടെയും ഉത്തരക്കടലാസുകളുടെയും സുരക്ഷാ ചുമതല അർദ്ധസൈനിക വിഭാഗങ്ങൾക്കായിരുന്നു. പരീക്ഷാ നടത്തിപ്പിനായി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തിയത്. വ്യോമസേനയുടെ വിമാനങ്ങളിൽ ചോദ്യപേപ്പറുകൾ എത്തിച്ചു. മെയ് 3 നടന്ന പരീക്ഷയിലെ ചോദ്യപേപ്പർ ചർച്ചയിൽ CBI അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ 13 പ്രതികളെ അറസ്റ്റ് ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാക്കാതിരിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി വിമാനത്താവളത്തിൽ കാത്തിരുന്നത്. ഉച്ചയ്ക്ക് 1:10 കൊൽക്കത്തയിൽ നിന്ന് പ്രധാനമന്ത്രി ഡൽഹി വിമാനത്താവളത്തിലെത്തിയത്. 1:30 വരെയായിരുന്നു പരീക്ഷാ കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശിക്കാനുള്ള അവസാന സമയം. വാഹനവ്യൂഹം പുറത്തിറങ്ങിയാൽ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് 3/4 മണിക്കൂറിലധികം പ്രധാനമന്ത്രി കാത്തിരുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. യോഗയിലൂടെ ലോകം ഒരുമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ കേവലം ഒരു ദിവസത്തെ ആഘോഷം മാത്രമല്ല എന്നും മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി യോഗ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിർവഹിച്ചു. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് യോഗാ ദിന പരിപാടികൾ നടന്നത്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ അമൃത TVയും ശ്രീമൂലം ക്ലബ്ബും അമൃത യുവധർമ്മധാരയും ചേർന്ന് നടത്തിയ യോഗ ദിനാചരണം ശ്രദ്ധേയമായി. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗാ പഠനം. തിരുവനന്തപുരം മേയർ VV രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യോഗാ ദിനം ആചരിച്ചപ്പോൾ സമ്മിശ്ര പ്രതികരണമായിരുന്നുവെങ്കിൽ 12ാം യോഗാ ദിനത്തിൽ യോഗയുടെ പേരിൽ ലോകം ഒന്നിക്കുകയാണെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. 12ാമത് യോഗാ ദിനം ആചരിക്കുമ്പോഴേക്കും ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യോഗയുടെ പേരിൽ ലോകം ഒരുമിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ തന്നെ ഇന്ന് യോഗാ പരിശീലനം ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ നിന്നും ചെറിയൊരു തുക അനുവദിച്ചുകൊണ്ട് 100 വാർഡുകളിലും അതായത് 101 വാർഡുകളിലും ഇന്ന് രാവിലെ യോഗാ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ പൈതൃകമായ യോഗയെ ലോകം ഒന്നാകെ അംഗീകരിക്കുന്നതിൽ സന്തോഷമെന്ന് വഴുതക്കാട് വാർഡ് കൗൺസിലർ രാഖി രവികുമാർ പറഞ്ഞു. നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ നിലനിർത്തുന്ന ഭാരതത്തിൻ്റെ യോഗ ഇന്ന് ലോകങ്ങൾ മുഴുവൻ ആദരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആചരിക്കുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്നതാണ്. പൗരാണിക അറിവും മോഡേൺ സയൻസും ഒത്തുചേരുന്നതാണ് യോഗയെന്ന ചടങ്ങിലെ മുഖ്യ പരിശീലകനായ സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു. 2 തരം അറിവുകൾ നമുക്കുണ്ട്. ഒന്ന് പൗരാണികമായ അറിവ്, പിന്നെ മോഡേൺ സയൻസ്. മോഡേൺ സയൻസ് വന്നിട്ട് 200 വർഷമായിട്ടുള്ളൂ. പൗരാണികമായ അറിവ് 5000-10,000 വർഷത്തിന് മുമ്പുള്ളതാണ്. ഇത് രണ്ടും ഒത്തുചേരുന്ന ഒരു സംരംഭമാണ് യോഗ. ലോകസൗഖ്യമേകുന്ന യോഗയെക്കുറിച്ച് കൈരളി വിദ്യാഭവനിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരത്തോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗാ പരിശീലനത്തിൽ മേയർ പങ്കെടുത്തു. അമൃത TVയും ശ്രീമൂലം ക്ലബ്ബും അമൃത യുവധർമ്മധാരയും ചേർന്ന് നടത്തിയ യോഗാ പരിപാടിയിൽ ശ്രീമൂലം ക്ലബ്ബ് പ്രസിഡന്റ് CT പത്മകുമാർ, സെക്രട്ടറി മനു TG നായർ, അമൃത TV ബിസിനസ് ഹെഡ് ശിവകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വിശിഷ്ടാതിഥികളെ ചടങ്ങിൽ ആദരിച്ചു. യോഗയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആചരിച്ച അമൃത ടെലിവിഷൻ കുടുംബം വൈറ്റില സ്റ്റുഡിയോ കോംപ്ലക്സിലാണ് കൊച്ചി പ്രോഗ്രാം ഡിവിഷനിലെ ജീവനക്കാരും ന്യൂസ് വിഭാഗവും ചേർന്ന് യോഗാ ദിനം ആചരിച്ചത്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് മിനി മോൾ വി കെ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറച്ച് ജീവിത സൗഖ്യം വാർദ്ധക്യത്തിലും എന്ന സന്ദേശമുയർത്തിയാണ് അമൃത ടെലിവിഷൻ കൊച്ചി വൈറ്റില സ്റ്റുഡിയോയിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചത്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റി നിർത്താൻ ഇപ്പോൾ നിരവധി പേരാണ് യോഗയെ ആശ്രയിക്കുന്നതെന്ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് മിനിമോൾ വി കെ പറഞ്ഞു. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരേപോലെ നമ്മൾക്കൊരു സമന്വയം ഉണ്ടാകുന്ന ഒരേ ഒരു പ്രക്രിയ, അത് ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് യോഗയിലൂടെ കിട്ടുന്ന ആ ഒരു മനസ്സമാധാനം. പലപ്പോഴും നമ്മൾ പറയും എല്ലാവിധ എക്സസൈസും നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ യോഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ യോഗ അഭ്യസിക്കുന്ന അല്ലെങ്കിൽ യോഗ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾ അവർക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അത് തലമുറകളിലേക്ക് നമുക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. പോലീസ് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ യോഗ വലിയ സഹായമാകുന്നുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS പറഞ്ഞു. പിന്നെ ഒരുപാട് സ്ട്രെസ്സിനിടയ്ക്ക് ഐ ടുക്ക് എ ബ്രേക്ക് പേഴ്സണലി ടു ലേൺ യോഗ. സോ ഐ വെൻറ്റ് ടു എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു 3 ദിവസം അവിടെ യോഗ, ഹത്ത യോഗാവും പിന്നെ മെഡിറ്റേഷനൊക്കെ പഠിച്ച് വന്നു. സോ ദാറ്റ് ഈസ് ഒരു പാർട്ട് ഓഫ് എൻ്റെ ഒരു ജീവിതത്തിലൂടെ ഒരു പാർട്ടായിട്ടായിട്ടുണ്ട്. എങ്ങനെയും അവസരം ഒതുക്കി ഒരു 30-35 മിനിറ്റ് രാവിലെ കൊടുത്ത് ഒരു കുറേ സ്ട്രെച്ചസും ബാക്കി കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആ മുഴു ദിവസവും നിങ്ങൾക്ക് ഒരുപാട് എനർജി കിട്ടും. പിന്നെ ഫോക്കസിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം നിലവിൽ ടെക്നോളജി ഒരുപാട് വന്ന് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ നമുക്ക് എല്ലാം ഉള്ളത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമാണ്, എല്ലാവരും മൊബൈൽ. അമൃത യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസ് ഡയറക്ടറും ഡീനുമായ ഡോക്ടർ യു കൃഷ്ണകുമാർ യോഗ നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് ഡോക്ടർ കൃഷ്ണേന്ദു P. വിനയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടന്നു. അപ്പോൾ ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ് ഇതിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ അഥവാ സംയോജിപ്പിക്കലാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ വലതുവശത്തേക്ക് ചരിയുക. സ്ലോലി ആസ് യു എക്സ്ഹേൽ ടേൺ ടു ദ റൈറ്റ് സൈഡ്. വലത് കാൽപാദം തൊടാനായിട്ട് ശ്രമിക്കുക. മെല്ലെ തല തിരിച്ച് ഇടത് കൈപ്പത്തിയിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുക. അമൃത ടെലിവിഷൻ ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, കൊച്ചി റീജിയണൽ ഹെഡ് ശ്രീജിത്ത് M എന്നിവർ അതിഥികൾക്ക് സ്നേഹാദരം നൽകി. शूलपाणि त्रिशूलधारी औघड़ी बाघंबरी जय महेश त्रिलोचनाय विश्वनाथ विशंभरा. അമൃത ന്യൂസ് കൊച്ചി. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിനപ്പുറം ആത്മീയ ഉന്നമനത്തിലേക്കുള്ള മാർഗമാണ് യോഗയെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് അമൃതപുരി ആശ്രമത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത സന്ദേശം നൽകുകയായിരുന്നു അമ്മ. യോഗയുടെ യഥാർത്ഥ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ അമൃതപുരി ആശ്രമം ആത്മീയ ചൈതന്യത്താൽ നിറഞ്ഞു. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി അമൃതപുരി ആശ്രമത്തിൽ പ്രത്യേക യോഗാ പരിശീലനവും പ്രാർത്ഥനാ പരിപാടികളും സംഘടിപ്പിച്ചു. യോഗ വെറും ശാരീരിക വ്യായാമമല്ല, ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പവിത്രമായ മാർഗമാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഓർമ്മിപ്പിച്ചു. ശരീരത്തെ ഈശ്വരനിലെത്തിക്കാനുള്ള ഒരു പാലമാക്കി മാറ്റുക എന്നതാണ് യോഗാദിനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന സന്ദേശം അമ്മ പകർന്നു നൽകി. യോഗാഭ്യാസത്തിന് ബാഹ്യമായ മാനങ്ങൾ മാത്രമല്ല,
ആന്തരികമായ ബോധതലങ്ങളിലേക്കുള്ള യാത്ര കൂടിയാണുള്ളതെന്ന് അമ്മ പറഞ്ഞു. ആത്മബോധവും ഈശ്വരബോധവും ഉണർത്താൻ യോഗ ഉപകരിക്കണമെന്നും അമ്മയുടെ സന്ദേശത്തിൽ പ്രതിഫലിച്ചു. പ്രകൃതി കാണുന്ന എല്ലാ ജീവജാലങ്ങളുടെ ഓരോ ആക്ഷനാണ് യോഗയെ മാറിയിരിക്കുന്നത്. അപ്പോൾ ബോധത്തോടുകൂടി ഓരോന്ന് കണ്ടുകൊണ്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ എടുക്കാൻ വേണ്ട, കൈ ഇങ്ങനെ നോക്കി കണ്ട് 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 ഈ വില്ലിൻ്റെ അഗ്രം മാത്രം നോക്കുകയാണെങ്കിൽ കൈ പൊങ്ങുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിച്ച് പോകുന്ന പോലെ ഓരോ കർമ്മവും ആ ബോധത്തോടുകൂടി ചെയ്യുക. തീ എടുക്കുമ്പം ബോധത്തോടുകൂടി ചെയ്യുക. കറണ്ട് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. ഉപ്പിക്കുളം ശ്രദ്ധിച്ച് പിടിക്കുക. അതുപോലെ അവയർനെസ് ബോധത്തോട് ചെയ്യുമ്പം നമ്മൾ ആ ബോധമണ്ഡലം പ്രകാശമായി തീരുന്നു. ഇതിന് ഈ കാഴ്ചപ്പാട് നമ്മളിലുണ്ടാകും. യോഗ വിശ്വമുള്ള ഐക്യത്തിലേക്ക് ഒരു പാലമാണ്. നമ്മളിൽ കഴിവുണ്ട്. നമ്മൾ ഇപ്പം ചെടിച്ചട്ടി വളർന്ന ചെടി പോലെ ഇരിക്കുകയാണ്. സ്രാവ് ചെറിയൊരു കണ്ണാടി കൂട്ടിലിട്ടാൽ അത് ചെറിയൊരു മീൻ മാത്രമേ തിന്നാനുള്ള കഴിവുണ്ടാവണം. അത് സമുദ്രത്തിൽ കിടന്ന വലിയ മനുഷ്യന് വരെ തിന്നതാണ്. അപ്പം ഇതുപോലെ നമ്മളിൽ കഴിവുണ്ട്. യോഗ എല്ലാത്തിനെയും ഒത്തിരിക്കുക. യോഗ പിന്നെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാത്തിനും ഒരു ചിത്ത ഔഷധമാണ്. അമൃതപുരിയിലെ പ്രാർത്ഥനാ ഹാളിൽ നടന്ന യോഗ പരിശീലനത്തിൽ സുരക്ഷാ ചുമതലയിലുള്ള CRPF, പോലീസ് ഉദ്യോഗസ്ഥർ, ആശ്രമത്തിലെ അന്തേവാസികൾ തുടങ്ങി 500ഓളം പേർ പങ്കെടുത്തു. അമ്മയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗ പരിശീലനവും പ്രാർത്ഥനയും ആത്മീയ ചൈതന്യം നിറച്ച അനുഭവമായി മാറി. അമൃത ന്യൂസ്, കൊല്ലം. കുവൈറ്റിൽ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ പുതിയ വിദ്യാഭ്യാസ ബൈലോയുടെ ആദ്യ കരട് പൂർത്തിയായതായി വിദ്യാഭ്യാസ മന്ത്രി ജലാൽ അൽ തബായി. വിവിധ വിദ്യാഭ്യാസ തലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന വ്യത്യസ്ത നിയന്ത്രണങ്ങൾ മാറ്റി എല്ലാ സ്കൂളുകൾക്കും ബാധകമാകുന്ന ഏകീകൃതമായ ചട്ടക്കൂട് കൊണ്ടുവരികയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതകൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്ത ബൈലോ സ്കൂളുകളിലെ അച്ചടക്കം മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ ഭരണപരമായ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുവൈറ്റിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിക്കണമെന്ന ആവശ്യവുമായി വിദ്യാഭ്യാസ, മനഃശാസ്ത്ര, സാമൂഹ്യ മേഖലകളിലെ വിദഗ്ധർ രംഗത്ത്. 15 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ചുകൊണ്ട് UAE സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനം പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കുവൈറ്റിലും സമാനമായ നിയമനിർമ്മാണത്തിനായി ശക്തമായ ആവശ്യം ഉയർന്നിരിക്കുന്നത്. കുവൈറ്റിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ കുവൈറ്റ് സർവകലാശാലയിലും പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിലും പ്രവാസി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2026-27 അധ്യയന വർഷത്തേക്കുള്ള സാംസ്കാരിക സ്കോളർഷിപ്പുകൾക്കാണ് വിദേശ രാജ്യങ്ങളിലെ പ്രവാസി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചത്. ജൂലൈ 11 മുമ്പായി ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. UAEയിൽ സ്വദേശികൾക്കും റെസിഡന്റ് വിസയുള്ള പ്രവാസികൾക്കും സർക്കാർ പിന്തുണയോടെ സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ അവസരം ഒരുക്കി UAE ധനകാര്യ മന്ത്രാലയം. പൊതുജനങ്ങൾക്ക് നിക്ഷേപം നടത്തുന്നതിനായി സോവറിൻ റീറ്റെയിൽ ടി സുക്കൂക്ക് എന്ന പദ്ധതിയുടെ ആദ്യഘട്ട സബ്സ്ക്രിപ്ഷൻ ജൂൺ 24 രാവിലെ 8 മണിക്ക് ആരംഭിച്ച് 30 വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. 1000 ദിർഹമാണ് കുറഞ്ഞ നിക്ഷേപ തുക. സാധുവായ എമിറേറ്റ്സ് ഐഡിയും ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ നാഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്പറും നിർബന്ധമാണ്. 2 വർഷമാണ് സുക്കൂക്കിൻ്റെ കാലാവധി. ഷാർജ എമിറേറ്റിലെ സുരക്ഷിതത്വ സൂചിക 99.7% എന്ന നേട്ടത്തിലേക്ക് എത്തിയതായി ഷാർജ പോലീസ്. ഷാർജ പോലീസിൻ്റെ ഹയർ ലീഡർഷിപ്പ് കൗൺസിലിൻ്റെ ഈ വർഷത്തെ 5ാമത് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ട് സമർപ്പിച്ചത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പുറത്തുവിട്ട 2025 കണക്കുകൾ പ്രകാരം ജീവിത നിലവാര സൂചികയിലും ഷാർജ മികച്ച മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ബസ് ടാക്സി പാതകളുടെ നിർമ്മാണത്തിൽ വലിയ പുരോഗതി രേഖപ്പെടുത്തിയതായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നഗരത്തിലെ 6 പ്രധാന റോഡുകളിലായി നടപ്പിലാക്കുന്ന 14.5 കിലോമീറ്റർ നീളമുള്ള പ്രത്യേക പാതകളുടെ 30% ജോലികളും ദുബായ് RTA വിജയകരമായി പൂർത്തിയാക്കി. ഇതോടെ ദുബായിലെ ബസ് ലോഞ്ചുകളുടെ ആകെ നീളം 20 കിലോമീറ്ററിലധികമായി ഉയരും. പ്രത്യേക ബസ് ടാക്സി ലൈനുകൾ ദുബായിയുടെ സുസ്ഥിര ഗതാഗത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും യാത്രാക്ലേശം കുറയ്ക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കീഴിലെത്തിയ ഹാജിമാരുടെ ജിദ്ദ കിങ്
അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള മടക്കയാത്ര പൂർത്തിയായി. ഇതോടെ മാസങ്ങൾ നീണ്ടുനിന്ന ജിദ്ദ എയർപോർട്ടിലെ ഹജ്ജ് സർവീസുകൾക്കാണ് സമാപനമായത്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കീഴിലെത്തിയ ഹാജിമാരുടെ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള അവസാന സംഘം ഇന്ന് പുലർച്ചെ നാട്ടിലേക്ക് തിരിച്ചു. 123 ഹാജിമാരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. സൗദി ഗവൺമെന്റ്, ഇന്ത്യൻ എംബസി, KMCC അടക്കമുള്ള വിവിധ മലയാളി സന്നദ്ധ പ്രവർത്തകർക്ക് അവരുടെ മഹത്തായ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഹാജിമാർ നാട്ടിലേക്ക് പുറപ്പെട്ടത്. हमारी हेल्प की माशाल्लाह बहुत अच्छा इंतजाम सऊदी गवर्नमेंट का और इंडियन गवर्नमेंट ने भी अच्छा इंतजाम रखा है यहाँ पे हमारे लिए. करता हूँ कि KMCC वालों को जजाए खैर दे, इनकी उम्रों में बरकत दे. ഹാജിമാരുടെ പുണ്യയാത്രയിലുടനീളം ജിദ്ദ എയർപോർട്ടിലും പുണ്യസ്ഥലങ്ങളിലും തണലാകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ജിദ്ദ KMCC ഹജ്ജ് വോളണ്ടിയർമാർ കഴിഞ്ഞ ഏപ്രിൽ 30 കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ജിദ്ദയിലെത്തിയത് മുതൽ KMCC ഹജ്ജ് വോളണ്ടിയർ വിങ്ങിന്റെ എയർപോർട്ട് സേവനം സജീവമായിരുന്നു. ജിദ്ദ KMCCയുടെ വോളണ്ടിയേഴ്സ് അടക്കമുള്ള വിവിധ സംഘടനാ പ്രവർത്തകർ ഇവിടെ 24 മണിക്കൂറും സേവന സന്നദ്ധരായി വർക്ക് ചെയ്യുകയായിരുന്നു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ 120ഓളം വോളണ്ടിയർമാരാണ് ജിദ്ദ എയർപോർട്ട് വിങ്ങിനായി മാത്രം നിയോഗിച്ചിരുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നുള്ള പ്രത്യേക അനുമതി പത്രം മുഖേനയായിരുന്നു വോളണ്ടിയർമാരുടെ പ്രവർത്തനം. ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ സാബിൽ മമ്പാട്, മുഹമ്മദ് കുട്ടി പാണ്ടിക്കാട്, ലത്തീഫ് വയനാട്, സലീന കുലൈസ്, എയർപോർട്ട് വോളണ്ടിയർ വിങ്ങിലെ മൂസ പാണ്ടിക്കാട്, ജബ്ബാർ മാടാലൻ തുടങ്ങിയവർ സേവനങ്ങൾക്ക് നേതൃത്വം നൽകി. സുൽഫിഖ് റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ലോകകപ്പിൽ സൗദി അറേബ്യയെ തോൽപ്പിച്ച് സ്പെയിൻ 4 ഗോളിനാണ് സ്പെയിൻ ജയിച്ചത്. സ്പെയിനായി ലാമിൻ യമാൽ 1 ഗോളും മൈക്കൽ ഒയാർസബാൽ 2 ഗോളും നേടി. സൗദി അറേബ്യയുടെ ഹസൻ അൽ തമ്പക്തിയുടെ സെൽഫ് ഗോളാണ് 4ാം ഗോൾ. അല്പസമയത്തിനകം ഇറാൻ ബെൽജിയത്തെ നേരിടും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.